നമസ്കാരം. വടകരയിലെ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കേസന്വേഷിച്ച പോലീസ് ഒരു റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് ആ കണ്ടെത്തൽ. ഇതാദ്യം പോസ്റ്റ് ചെയ്ത റിബേഷ് എന്നയാൾ പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ യഥാർത്ഥ ഉറവിടം എന്തായിരുന്നു, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽകിഫിൽ, ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ എൻ പി ചേക്കുട്ടി എന്നിവർ. ആദ്യം റജി ലൂക്കോസിലേക്ക്. റജി, എന്തു വലിയ വിവാദമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ഇതിപ്പോൾ പോലീസ് തന്നെ അന്വേഷിച്ചെത്തുമ്പോൾ ഇതിൻ്റെ തുടക്കം LDF വേണ്ടി വോട്ട് തിരക്കിയ ഇടത് ഗ്രൂപ്പുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് ആദ്യം പോസ്റ്റ് ചെയ്തയാൾ, സമയക്രമം അനുസരിച്ച് ആദ്യം പോസ്റ്റ് ചെയ്ത ആൾ പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ കണ്ടെത്താൻ കഴിയുമോ? അജിംസ, ഈ ചോദ്യത്തിന് അതിൻ്റെ ഉത്തരവുണ്ട്. അതായത് ഇതിൻ്റെ ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ആൾ തന്നെ പറയുന്നു തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കണ്ണൂർ സ്ഥാനാർത്ഥിയായിരുന്ന MP ജയരാജൻ ഒരു പത്രസമ്മേളനം നടത്തി, പ്രിയപ്പെട്ട സഖാവ്. അതിൽ അദ്ദേഹം കപട ഇടതുപക്ഷ വേഷധാരികളായ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെക്കുറിച്ച് അദ്ദേഹം പരാതി ഉന്നയിച്ചു. അതെല്ലാം ഈ പറയുന്ന പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും കേരളം മുഴുവൻ കേട്ടതാണ്. അവരെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരോ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുള്ള വേഷം കെട്ടി മുഖംമൂടി അണിഞ്ഞ് ഇടതുപക്ഷത്തെ ദ്രോഹിക്കുകയാണെന്നും ഏറ്റവും മോശമായ രീതിയിൽ ഇടതുപക്ഷത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നതിൽ പ്രചരണം നടത്തിയവരാണെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ഇവിടെ നമ്മളത് കൂട്ടി വായിക്കണം. ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ആരാണ് ഇങ്ങനെയൊരു വാട്സാപ്പിലൂടെ ഇത് പ്രചരിപ്പിച്ചെന്നുള്ളവരും എനിക്കറിയത്തില്ല. ഞാനിവിടെ അത് ആധികാരികമായിട്ട് പറയാൻ ആവശ്യപ്പെടുന്നുമില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ പോലീസ് അന്വേഷണത്തിൽ പോലീസ് ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ആളുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ദുരൂഹതയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അത് തന്നെയല്ല, KK നമ്മുടെ മോഹനമാസ്റ്ററുടെ ഭാര്യ മുൻ ലതിക, ബഹുമാനപ്പെട്ട മുൻ MLA, പോലീസ് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരുന്നുകൊണ്ട് പുറത്ത് വന്നു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അവർ അത് ഷെയർ ചെയ്യുക ചെയ്തത് ഇത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട്. അവർ ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പോൾ പിന്നീട് അവരുടെ മകനെക്കുറിച്ച് പരാതി പറഞ്ഞു. നോക്കുമ്പോൾ അത് അവരെല്ലാം ഷെയർ ചെയ്താ. ശൈലജ ടീച്ചറിനെ കുറിച്ച് വ്യക്തിഹത്യ നടത്തി ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തവരാണ് അവർ. ആദ്യം പോസ്റ്റ് ചെയ്തവരും പിന്നീട് പോസ്റ്റ് ചെയ്തവരൊക്കെ ഷെയർ ചെയ്തത് ഇത് മോശമാണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അല്ല, തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ശൈലജ ടീച്ചറിനെ പോലെ കേരളം ആരാധിക്കുന്ന, കേരള ആദരവോടെ കാണുന്ന, ഒരുപക്ഷെ രാജ്യത്തിന് വെളിയിൽ പോലും പല മാധ്യമങ്ങളും അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിൽ ആദരണീയമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ശൈലജ ടീച്ചറെ പോലെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ തലയ്ക്ക് ചാർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാൻ ഉദാഹരണം CPM-ന്റെ പുറത്തല്ലാണ്ട് പിന്നെ എവിടെയാണ് ചാർക്കുക? ഇപ്പോൾ ഇതിൽ പറയുന്ന ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളൊന്നും CPM തള്ളി പറഞ്ഞിട്ടില്ല. അമ്പാടിമുക്ക് സഖാക്കൾ, അവർക്കെതിരെയും കേസുണ്ട്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ആരാണെന്ന് എനിക്കും റജി ലൂക്കോസിനൊക്കെ അറിയാലോ. അവരെയൊക്കെ തള്ളി പറയോ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ്റെ പത്രസമ്മേളനം ഇവിടെ കോട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അത് കേരളത്തിൽ ഞങ്ങൾക്കൊക്കെ പലർക്കും ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന, CPM-നെ സ്നേഹിക്കുന്ന മിക്കവർക്കും ആ കാര്യത്തിൽ കുറേ നാളുകളായിട്ട് സംശയം ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, അതിലൊരു പേര് പോരാളി ഷാജി എന്ന, അതിൻ്റെ പേരിൽ തന്നെ 68ഓളം ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. 68ഓളം. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾ, ഒരു സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാൾ പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് CPM-നെ പിന്തുണയ്ക്കാന്ന് ഓർത്തുകൊണ്ട് അതിലേക്ക് കടക്കുകയും അത് പറയുന്നത് ശരിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ ഫീഡ് ചെയ്യുകയും ചെയ്യും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുന്നവരുടെയും പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. അത് സൈക്കോളജിക്കലായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അവിടെ MP ജയരാജൻ അതിനെക്കുറിച്ച് പറഞ്ഞതും. ഈ പറയുന്ന സൈബർ പോരാളികളെന്ന് അവകാശപ്പെട്ട് CPM-ന്റെ സഹയാത്രികളെന്ന് അവകാശപ്പെട്ട് CPM-നെ താർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മുഖംമൂടികൾ ഒറ്റയെണ്ണം പോലും അതിനെതിരെ മറുപടി പറഞ്ഞില്ല. ഒരൊറ്റ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽപ്പെട്ട ഒരു പോരാളി ഷാജിൻ്റെ ഒറിജിനൽ അഡ്മിൻ
എന്ന് അവകാശപ്പെടുന്ന ആ ഒരു അഡ്മിൻ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് പിന്നെ എന്താ പറയുക വെല്ലുവിളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്ന് 2009 മുതൽ ഈ പോരാളി ഷാജി പോലുള്ള ഫേസ്ബുക്ക് പേജിൽ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരേണ്ടി വന്നോ CPM ഇവരെയൊക്കെ സംശയത്തോടെ നോക്കാൻ? അല്ലല്ല, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞത് അജിംസ് കേൾക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, പോരാളി ഷാജി എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അല്ലെങ്കിൽ പിന്നെ ആ ഇടതുപക്ഷ കൂട്ടായ്മ എന്ന് അവകാശപ്പെടുന്ന പോരാളി ഷാജി തന്നെ ഏതാണ്ട് 68ഓളം 70ഓളം ഗ്രൂപ്പുകളുണ്ട് ആ പേരിൽ. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒറിജിനൽ തന്നെയാണ് ഇത് വന്നത്. ഞാൻ ഒറ്റ കാര്യം ഞാൻ മറ്റൊരു ഫേസ്ബുക്ക് പേജിന്റെ പേര് കൂടി പറഞ്ഞു, അമ്പാടി മുക്കസാകൾ. ഇപ്പോൾ റെജി ഇവിടെ നിന്ന് തള്ളി പറയുന്നു, പക്ഷെ P ജയരാജനെ തള്ളി പറയാൻ കഴിയില്ല. അല്ലല്ല, ഞാൻ അമ്പാടി സഖാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നതിന് കാരണം പറയാം. ഇത്തരം ഗ്രൂപ്പുകളിൽ ആ ഫേസ്ബുക്ക് പിന്നെ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഫേസ്ബുക്ക് പിന്നെ ഇത് ആ ക്രിയേഷൻ പുറത്തു വന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഇതുപോലെ തന്നെ ഇത് മോശമായ ഒരു ആണെന്നുള്ള ഇതിൽ ഷെയർ ചെയ്തായിരിക്കാം. ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ഒറിജിനൽ, എവിടെ നിന്ന് വന്നു? ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പോലും ഇത് ആരാണെന്ന് പറയുന്നില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ സംശയം ഉന്നയിക്കുന്നത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പൂർത്തീകരിക്കട്ടെ, അത് സമ്മതിച്ചില്ല അജിംസ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഡോക്ടർ ജോയെ കുറിച്ച്, അത് സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അശ്ലീലപരമായ രീതിയിലുള്ളൊരു വീഡിയോ പുറത്തു വന്നു. ഉടനെ തന്നെ ഇതുപോലെ തന്നെ പല മാധ്യമങ്ങളും അത് CPM തന്നെ ക്രിയേഷനാണ്, അത് മറ്റൊരു രീതിയിൽ ചാർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. ഒടുവിൽ അത് എവിടുന്നാ വന്നേ? നിലമ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കോൺഗ്രസ് ചായ്വുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായ രീതിയിൽ കോടതി വരെ കയറിയതാണ്. അത് കൂടാണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്തായാലും അത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല, ചർച്ച ഞാൻ പറഞ്ഞല്ലോ. ചർച്ചയിലൊരു സംസ്കാര ശൂന്യമായ ചിലരുടെ നടപടികളെ പ്രതിപാദിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം അജിംസിനോട് പറയാം, അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ ശൈലജ ടീച്ചറൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേരളമല്ല രാജ്യമല്ല അന്തർദേശീയ തലത്തിൽ പോലും ആദരവുള്ള ശൈലജ ടീച്ചറിനെ കുറിച്ച് വ്യക്തിഹത്യ നടത്തിയത് ഈ ഡോക്ടർ ജോയെക്കുറിച്ച് പറഞ്ഞതിനേക്കായിട്ട് നിങ്ങൾ അല്ലെ അദ്ദേഹത്തെക്കുറിച്ച് അശ്ലീല വീഡിയോ ഇറക്കുന്നതായിട്ട് നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്കിയേ. അവിടെ ഏതെല്ലാം രീതിയിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ നടന്നു. അവിടെ വർഗീയ ധ്രുവീകരണം നടന്നതിനെ കുറിച്ച് ഞാൻ തെളിവുണ്ടോ? അത് അജിംസിന് എന്നെക്കാൾ അറിയത്തില്ല. അതായത് LDF-നൊപ്പം നിന്ന് CPM-നൊപ്പം നിന്ന് നിങ്ങളെ തന്നെ ചതിക്കുന്ന കുറെ ആളുകൾ ഈ സൈബർ രംഗത്തുണ്ടെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. അവരൊന്നും നമ്മുടെ ആളുകളല്ല, അവരൊന്നും നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പറയുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. നോക്കൂ, ഇവർ തന്നെ CPM-ന് വേണ്ടി എത്രയോ പണിയെടുക്കുന്നുണ്ട്. സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റർ ഇടുന്നു, പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇടുന്നു. അപ്പോഴൊന്നും അവർ പ്രശ്നക്കാരല്ല. പക്ഷെ അവർ ചെയ്തൊരു കാര്യം, ഒരു കള്ളത്തരം പൊക്കിക്കഴിഞ്ഞപ്പോൾ അവരൊന്നും നമ്മളിൽപ്പെട്ടവരല്ല. അങ്ങനെയാണോ അവർ നിലപാട് സ്വീകരിക്കേണ്ടത്? കറക്റ്റ് ചോദ്യം അത്. കാരണം ആ ചോദ്യത്തിന് നല്ല വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് ഞാനത് തുടക്കത്തിലെ പറഞ്ഞു, CPM-ന്റെ അനുഭാവികളാണ് അല്ലെ CPM പോരാളികളാണെന്ന് അറിയിക്കത്തക്ക രീതിയിൽ CPM-നെ പിന്തുണച്ചുകൊണ്ട് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടും വരുന്ന അത്തരം ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം സ്വാഭാവികമായിട്ട് ഒരു ഇടതുപക്ഷക്കാരെ സ്വാധീനിക്കേണ്ട ഇവർ നമ്മുടെ ആളാണ്. അവരുടെ ഗൂഢലക്ഷ്യം എന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അവർ ബുദ്ധിപൂർവ്വം സർക്കാരിനെ അപമാനിച്ചുകൊണ്ട് എഴുതിയാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആയിരിക്കും അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു മാനസികമായ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് തുറന്നു പറയാൻ MP ജയരാജൻ തയ്യാറായി. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഷെയർ ചെയ്യേണ്ടി വന്നു. 1000 പേരെ ഇരുത്തിയാൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അത് തിരിച്ചറിയാതെ ഷെയർ ചെയ്യേണ്ടി വന്നതിന്റെ അർത്ഥം ഇതിന്റെ സംസ്ഥാന നേതാക്കൾക്ക് പോലും ഇതേക്കുറിച്ച് ധാരണയില്ല എന്നല്ല അർത്ഥം. അല്ല, ഞാൻ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. എങ്ങനെ അത് വിശ്വസിക്കാതിരിക്കും? കാരണം വെച്ചാൽ ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തിയെ കാഫിറിന് വോട്ട് ചെയ്യാൻ പാടില്ല. ശൈലജ ടീച്ചറിനെ ഉന്നം വെച്ചോട് ഞാനത് മുഴുവൻ പറയുന്നില്ല. അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഷെയർ ചെയ്യും. പക്ഷെ അതിന് വസ്തുതകൾ എവിടെയാണെന്നുള്ളത് ചെയ്യണ്ടേ? ഇപ്പൊ പോലീസിന് പോലും ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്ത്, ആരാണ് ഹൂ ഇസ് ദ അഡ്മിൻ എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. കണ്ടെത്തിയ വ്യക്തി പറയുന്നു തനിക്കത് പുറത്തു പറയാൻ പറ്റുന്നില്ല, തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊരു ദുരൂഹതയില്ലേ? സ്വാഭാവികമായിട്ടും CPM-നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടും അവരിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു. അത് സംശയം എന്താ കാര്യത്തിന്? വടകരയിലെ ജനങ്ങൾ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വടകരയിൽ വാർത്തകൾ അത് തന്നെയാണ്. അത് കൂടാണ്ട് തന്നെ വടകരയിലെ റിബേഷിന് അതിന്റെ ഉറവിടം പറയാൻ പറ്റില്ല എന്ന് പോലീസിനോട് പറയാണ്. ഉറവിടം പറയാൻ പറ്റില്ല എന്ന് പോലീസിനോട് പറയാണ് റിബേഷ്. പക്ഷെ അത് പറയിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അവർ സയന്റിഫിക് പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട്. ശ്രീ ദുൽകിഫിൽ, ഇവിടെ പോലീസ് നിസ്സായരാണ്. അയാളോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ തന്നെ റിപ്പോർട്ട് എഴുതി കൊടുക്കുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്.
ഒന്ന്. രണ്ട്, ഇവിടെ റെജി ലൂക്കോസ് പറയുന്നത് ഈ CPM-നൊപ്പം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടിയെ ചതിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, അവർക്ക് അവരുടെ മേൽ പാർട്ടിക്ക് സ്വാധീനമില്ല, അവർ ചെയ്തതിനും പാർട്ടി ഉത്തരവാദിയല്ല. ഇതാണ് റെജി ലൂക്കോസിൻ്റെ ഒരു വാദം. ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിനാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ 1,25,000 മുകളിൽ ഭൂരിപക്ഷത്തിന് വടകര പാർലമെൻറ്റ് വിജയിച്ചത്. ആ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംസാരങ്ങളാണ് റെജി ലൂക്കോസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അവിടെ എന്തൊക്കെയോ വർഗീയ പ്രചരണം നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. വർഷങ്ങളായി CPM വടകരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർഗീയപരമായിട്ട് കേവലം തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ വേണ്ടി നടത്തുന്ന തരികിട ഏർപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച വ്യാജ കാഫി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ ഹൈക്കോടതിയിൽ ഇതിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സ്ഥിതിവിശേഷം എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റിബിൻ എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവി, അദ്ദേഹത്തിനോട് പോലീസ് ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പ്രിയപ്പെട്ട റെജിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചത് അത് CPM നേതാക്കന്മാർ അറിയാതെ സംഭവിച്ചു പോയതാണ്. അതോടൊപ്പം തന്നെ അത് അങ്ങനെ ആ തരത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഞാൻ ഇവിടെയുള്ള അവതാരകനുമാണെങ്കിൽ ഞാൻ അതിന് ലിങ്ക് അയച്ചു തരാം. ഞാൻ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസ് ഇത് വ്യാജമാണെന്നും ഫാബ്രിക്കേറ്റഡ് ആണെന്നും അതോടൊപ്പം തന്നെ ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പയ്യോടി ഏരിയ സെക്രട്ടറി ആ വ്യക്തിയുടെ, ആ മഹാന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരാവകാശ രേഖയാണ് കഴിഞ്ഞ 30 ദിവസമായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും ഇത് ആരാ എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടുപ്പുമില്ലാണ്ട് പോലീസ് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ CPM-ന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് അവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ആദ്യമായി ഈ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഈ വിഷയം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്തത്. ആ ധ്രുവീകരണം അമ്പേ പരാജയപ്പെട്ടതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒട്ടനവധി തെളിവുകളുണ്ട്. പല CPM നേതാക്കന്മാരും ഈ സമയം വരെ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറല്ല. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശരി, ശ്രീ ചെക്കുട്ടി, ഇവിടെ ഈ അന്വേഷണം എങ്ങോട്ടെങ്കിലും എത്തിയിട്ടില്ല. കുറേ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് അഡ്മിന്മാരെയൊക്കെയാണ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ള. ഇപ്പോൾ ലതിക ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്ന ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ മാത്രമാണ്. CPM-നെ സംബന്ധിച്ച് അവരെ അങ്ങ് തള്ളി പറഞ്ഞാൽ മതി, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കെതിരായുള്ള പണിയാണിത് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം. പക്ഷേ പോലീസ് പറയുന്നത് ഒരാളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് പോലീസിനോട് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ ഉള്ള പ്രിവിലേജൊക്കെ ഒരു കേസിലെ പ്രതിക്ക് ഉണ്ടാവും നമ്മുടെ പോലീസിന് മുമ്പിൽ. അല്ല, ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ പോലീസിന് ഇത് അന്വേഷിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. സാങ്കേതികമായിട്ട് നമുക്കൊക്കെ അറിയാം. ഒരു പർട്ടിക്കുലർ സംഗതി ഇൻ്റർനെറ്റിലായാലും ശരി, ഫേസ്ബുക്കിലായാലും വരുന്നത് അത് ഏത് സോഴ്സ് എന്നാണ്, അതിൻ്റെ ഒറിജിനൽ സോഴ്സ് ഏതാണെന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലുണ്ട്. ആ സാങ്കേതിക വിദ്യ പോലീസിനും ഉണ്ട്, മറ്റ് സൈബർ രംഗത്തുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പോലീസിന് എവിടെ നിന്നാണ് ഈ സാധനം വന്നത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് വന്നത് എന്ന് കണ്ടെത്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതിൻ്റെ സാങ്കേതിക വിദ്യ നിലവിലുണ്ട്. പക്ഷേ അവർക്ക് അത് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ
അവർ രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളുടെ കീഴിലാണ് ഇന്ന് അന്വേഷിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിന് ഈ കേസ് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാൻ കേരള പോലീസിനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ചെന്നെത്തുന്നത് എവിടെയാണ്? ചെന്നെത്തുന്നത് ഈ കേരളത്തിലെ സർക്കാരിനെ പിന്താങ്ങുന്നവരെന്ന് പറയുന്ന ആളുകളുടെ വീടുകളിലേക്കാണ്, അവിടെ നേതാക്കന്മാരുടെ കുടുംബത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം ഏതെങ്കിലും ഒരു പരിധിയിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് അവർ ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസുകാരൊന്നും ആവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യുക, ഞങ്ങൾ എന്താ ചെയ്യാന്ന്. ഇതൊക്കെ നമുക്ക് കേട്ടാൽ അറിയാം എന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നറിയാം. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് ശക്തമായ നടപടിയെടുക്കാത്തത് എന്ന് പൊതുസമൂഹം ചോദിക്കണം. അറിയാം, ഇതൊരു തമാശ കാര്യമല്ല. ഈ വിഷയത്തിൽ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് അതിഭീകരമായിട്ടൊരു വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഭരണവും അധികാരവും പിടിച്ചെടുക്കാനൊരു ശ്രമമാണ് ഇവിടെ നടത്തിയത്. അത് വളരെ ആപൽക്കലമായ ഒരു പ്രവണതയാണ്. ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യാൻ, ഒരു സമൂഹത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് അതിനെ കർശനമായിട്ട് അതിനെ കൈകാര്യം ചെയ്യണം, അതിന് ശക്തമായിട്ട് ചോദ്യം ചെയ്യണം, അതിന് അവസാനിപ്പിക്കണം. മുളലി നുള്ളിക്കളയേണ്ട ഒരു പ്രവണതയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കേരള സർക്കാർ ഈ കാര്യത്തിൽ ഒരു അഴകുഴ സമീപനം എടുക്കുന്നത്? കേരളം പോലൊരു നാട്ടിൽ ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ശ്രമം നടക്കുമ്പോഴേ എന്തുകൊണ്ട് പോലീസ് ഉണ്ടാതിരിക്കുന്നു, എന്തുകൊണ്ട് പോലീസ് അധികാരികൾ ഉണ്ടാതിരിക്കുന്നു? ഇതാണ് പ്രശ്നം. അങ്ങനെ ആ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് വരിക. അങ്ങനെയല്ല, ഞങ്ങളുടെ ഭാഗത്തൊരു കുഴപ്പമില്ല എന്നാണെങ്കിൽ അവർ അന്വേഷണം ശക്തമായി നടത്തട്ടെ, അല്ലെങ്കിൽ സ്വതന്ത്ര ഏജൻസികൾ, പോലീസിന് മാത്രം വേറെ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ. ആ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്, അതിലേക്ക് അവർ പോവുക തന്നെ വേണം. കാരണം ഇങ്ങനെ ഈ പുകമറയിൽ നിർത്തിക്കൊണ്ട് ഒരു നാടിനെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അത് ഇനി ഒരിക്കലും കേരളത്തിൽ ആവർത്തിച്ചുകൂടാ എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് മുമ്പ് ചൂണ്ടിക്കാട്ടി എം വി ജയരാജൻ്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച്. അതായത് പോരാളി ഷാജി, അതിൻ്റെ ഒറിജിനൽ പേജല്ല, പല പേജുകളുണ്ട്, വ്യാജ പേജുകളുണ്ട്. അപ്പോൾ അവിടെ വരുന്നതൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും, റിയൽ പോരാളി ഷാജി തന്നെയാണ് തെറ്റിദ്ധരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി പോരാളി ഷാജിയെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ അഡ്മിന്മാരാരാണ്, അവർ പുറത്തു വരണത്. അപ്പോൾ പോരാളി ഷാജിയുടെ ഒരു അഡ്മിനെ പോലീസ് ചോദ്യം ചെയ്തതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതോ അബ്ബാസാണ്, പേര് മാത്രമേ ഉള്ളൂ, ഇനിഷ്യലില്ല. അപ്പോൾ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ആരോ ചെയ്ത ഒരു സ്ക്രീൻഷോട്ട്, ആ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തന്നെ വിരുദ്ധമായി ഭവിച്ചു. അത് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു, അത് വലിയ തോതിൽ ബാക്ക് ഫയർ ചെയ്തു. ഇനി പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇത്തരത്തിൽ വ്യാജന്മാരാണ്, അതായത് പാർട്ടിയുടെ സൈബർ പോരാളികളെന്ന് പൊതുജനം കാണുന്നത് മുഴുവൻ വ്യാജന്മാരാണെന്ന് പാർട്ടി തന്നെ പറയുന്നു. അതിനെ മറികടക്കാൻ പാർട്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അവർ തള്ളിപ്പറയുകയും ചെയ്യുന്നില്ല. അല്ല, അവരെ തള്ളിപ്പറഞ്ഞല്ലോ. എം വി ജയരാജൻ പത്രസമ്മേളനത്തിൽ അവരെ തള്ളിപ്പറയാനായിട്ട് മാത്രമാണല്ലോ ആ പത്രസമ്മേളനം ഉണ്ടായത്. പാർട്ടിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാർട്ടിയുടെ തലോടിയും തല്ലുകൊടുത്തും നിൽക്കുമ്പോൾ അവരെ സ്വാഭാവികമായിട്ട് തള്ളിപ്പറയാന്നുള്ളത് സ്വാഭാവികമല്ലേ? പാർട്ടി എന്ത് നടപടി സ്വീകരിക്കാനായിട്ട്? അഡ്മിൻ ആരാണെന്ന് പോലും പുറത്ത് പറയാതെ കണ്ടുള്ള ഇതുപോലെ വ്യാജ ഐഡിയയിൽ അല്ല വ്യാജന്മാരായിട്ടുള്ള ആൾക്കാർ പാർട്ടിക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമൂഹ്യ മാധ്യമങ്ങളുടെ കണക്കെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഏതെങ്കിലും പാർട്ടിക്ക് സാധിക്കും? ഇവിടെ വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് വരുന്ന എത്രയോ ക്രിമിനലുകളുണ്ട് ഇവിടെ, വ്യക്തിഹത്യ നടത്തുന്നവർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രിയപ്പെട്ട ദുൽഖിഫിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തിനോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. കോവിഡ് കള്ളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അവരുടെ പ്രായത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാനതൊന്നും എല്ലാം ഒന്നും ഈ ചർച്ചയെ പറയുന്നില്ല, എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച ജില്ലാ നേതാവിനെ പോലീസ് കേസെടുത്തിട്ടില്ലേ? അല്ലിത് കേൾക്കൂ. അല്ല, അത് തന്നെയാ പറഞ്ഞത്. അത് ഞാനതല്ലേ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞു. ടീച്ചർക്കെതിരെ ആരോപണമുണ്ട്. നിങ്ങൾ അങ്ങനെ ടീച്ചർക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളെ നിങ്ങൾ റെജി ലൂക്കോസ്, ഇവിടെയാണ് പ്രശ്നം. ജൂൺ ആദ്യ വാരം ഇലക്ഷൻ റിസൾട്ട് വന്നതാണ്. ഒരു നിമിഷം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പോലീസിന് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല. പോലീസിന് ഈ നിമിഷവും ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഈ റിബേഷ് എന്ന് പറയുന്ന ചോദ്യം ചെയ്ത ആളുടെ ഫോണൊക്കെ സയന്റിഫിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണെന്ന് കൊടുത്ത മറുപടി. അത് പോലീസിന് ഇതൊക്കെ കണ്ടെത്താൻ വലിയ പാടാണ് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയെ ഈ കാര്യത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കേസെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പുറത്തു വന്ന കാര്യങ്ങളല്ലേ? അല്ല, എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഞാനവിടെ പേര് മറന്നുപോയി. ഞാനത് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തിട്ട് അങ്ങോട്ട് പറയാം.
അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ കേസെടുത്തിട്ടുണ്ട്. അത് ദുൽഖിഫിൽ അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ചേക്കുട്ടി സാറിന് അറിയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് സാറിനെതിരെ കേസെടുത്തത് റജി ലൂക്കോസ്? പിന്നെ ശൈലജ ടീച്ചറെ കൂടെ കൂടി ഏത് വിഷയത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് സാറിനെതിരെ കേസെടുത്തത്? കോവിഡ് കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് അന്വേഷിച്ച് നോക്കിയോളൂ. കോവിഡ് കള്ളി എന്ന് വിളിച്ചവരെ അവരെ ഉപയോഗിച്ച ചില വാക്കുകൾ ഈ ചർച്ച എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ഇത്ര അശ്ലീലങ്ങൾ എന്തിനാണ് അവർ പ്രയോഗിക്കുന്നത്? നാട്ടിൽ നേരത്തെ ചേക്കുട്ടി സാർ ഒരു കാര്യം കറക്റ്റാണ്, അത് CPM-നെ ചായച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും അത് സമൂഹത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ജാതിപരമായും മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്നതിനുള്ള ശ്രമം തന്നെ നടത്തിയത് ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് CPM നടത്തുമെന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസ. CPM ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാൽ അത് സാമാന്യ രീതിയിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുമല്ലേ ഉള്ളൂ. അത് ശൈലജ ടീച്ചറിന്റെ പരാജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി തുറക്കുമല്ലേ. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MLA ആയ KK ലതികയാണ് ഷെയർ ചെയ്തത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ് അവർ. ഇവരൊന്നും ചെറിയ ആൾക്കാരല്ല, ഇതൊന്നും തിരിച്ചറിയാത്ത ആൾക്കാരല്ല. അവർ ഷെയർ ചെയ്യുന്നതിനാണ് ആ സമയത്ത് മുസ്ലിം ലീഗുകാർ വർഗീയ പ്രചാരണം നടത്തുന്നു, വോട്ട് ഞങ്ങൾക്ക് ചെയ്യുമെന്നാ പറഞ്ഞതിനർത്ഥം. വേറെന്താണ്? അങ്ങനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? അത് തെറ്റായ അത് വ്യാഖ്യാനിക്കാൻ ആവശ്യമായ മുൻകാല അനുഭവങ്ങളുണ്ട് റജി ലൂക്കോസ്. മുൻകാല അനുഭവമുണ്ട്. TP വധക്കേസിലെ പ്രതികൾ സഞ്ചരിച്ച വണ്ടിയുടെ ബാക്കിൽ ഒറ്റ നിമിഷം റജി ലൂക്കോസ്. ഞാനും സംസാരിപ്പിക്കുന്നില്ല, നിങ്ങൾ വളരെ മാന്യമായിട്ട് റജി ലൂക്കോസ് അങ്ങ് ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. അതെങ്ങനെ CPM ചെയ്യുമെന്ന് ചോദിച്ചാൽ TP വധക്കേസിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം, അദ്ദേഹത്തെ കൊല്ലാൻ വന്ന വാഹനത്തിന്റെ പുറകിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ചത് ഇതേ ആൾക്കാർ തന്നെയാണ്. അതാര് ചെയ്തതാണ്? അതെന്തിനു ചെയ്താണ്? അപ്പോൾ മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു ചെയ്തി ആളുകൾ വിലയിരുത്തുക. മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ച CPM-കാരാണെന്ന് ഇന്നുവരെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? TP വധക്കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ട പ്രതികൾ ആരൊക്കെയാണ്? ആരായിരുന്നു? കുഞ്ഞനന്ദൻ. അല്ല, TP വധക്കേസിൽ പ്രതികളായിട്ട് ചാർത്തിയ കോൺഗ്രസ് ഭരണകൂടകാലത്തെ ആഭ്യന്തര വകുപ്പ് ചാർത്തിയവരിൽ അവരെല്ലാവരും തന്നെ CPM നേരത്തെ തള്ളി പറഞ്ഞിട്ടുള്ളവരാ, അവരെ പുറത്താക്കിയവരാ. നിങ്ങൾ അത് തന്നെയല്ലേ എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞനന്തനെ സ്മാരകം പണിയാൻ പോകണം പാനൂരിൽ. കുഞ്ഞനന്തനെ പുറത്താക്കിയ കാര്യം അത് തന്നെയാ പറഞ്ഞത്. കുഞ്ഞനന്തന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. കുഞ്ഞനന്തനെ പുറത്താക്കിയില്ലെന്ന് തന്നെയല്ല, കള്ളക്കേസ് ചമച്ച നിരപരാധിയെ കോടതിയിൽ കള്ളത്തെളിവുകൾ കാണിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുകയും അകാലത്തിൽ ജയിൽവാസത്തിന്റെ കോൺസിക്വൻസ് പ്രകാരം അദ്ദേഹം മരണമടയുകയും ചെയ്ത CPM ഒന്നും ഒരിക്കലും കുഞ്ഞനന്തനെ തള്ളിക്കളയത്തില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ നാദാപുരം, കുറ്റിയാടി, കല്ലാച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ആ സഖാവിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കെ. അപ്പൊ അതൊക്കെ പറഞ്ഞൊന്നും ഈ കാര്യത്തിലൊന്നും രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിന് തിരിച്ചറിയാം, മതേതര കേരളത്തിന്റെ സ്ഥായിയായ കുഞ്ഞനന്തരൊന്നും പങ്കുണ്ടായിരുന്നില്ല. പിന്നെ ആ യഥാർത്ഥത്തിൽ ആക്ഷനിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരെഴുതി വെച്ചെന്ന് കരുതിക്കോ. ഇനി അവരുടെ പേരൊന്നും എടുത്തോ. ആരാണ് ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തത്? അതിൽ പ്രതിയായിരുന്നു. ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം നടത്തി കൊടുത്ത ആരാണ്? ഇപ്പോൾ പോലും ആ പ്രതികളിൽ ചിലരുടെ പേര് റിലീസ് ചെയ്യേണ്ടവരുടെ പട്ടികയിൽ എങ്ങനെയാണ് ഇടം പിടിക്കുന്നത്? പാർട്ടിക്ക് ഒരു അറിവുമില്ലെങ്കിൽ. അല്ല, ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഏതെങ്കിലും ഒരു പ്രതി വന്ന് കൂടെ നിന്ന് അങ്ങനെയല്ല. ഷാഫിയുടെ കല്യാണത്തിന് പോയത് ഇപ്പോഴത്തെ സ്പീക്കറാണ്. അങ്ങനെയല്ല, ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത് അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നടത്തി കൊടുത്തെന്ന് ആരാ പറഞ്ഞത്? അതാണ് നടത്തി കൊടുത്തത്. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തു, അദ്ദേഹത്തിനെ ക്ഷണിച്ചു, ആ വീട്ടുകാരെ ക്ഷണിച്ചു, അദ്ദേഹം പോയി പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാ. ഇയാൾ അവിടെ ഉണ്ടെന്നുള്ളവരൊന്നും അയാൾക്ക് നോക്കേണ്ട കാര്യമില്ല. അയാളുടെ കല്യാണത്തിനാണ് പോയത്. അയാളുടെ കല്യാണത്തിനാണ് പോയത്. ഈ പ്രതിയുടെ കല്യാണത്തിനാണ് റജി ലൂക്കോസ് പോയത്. വെറുതെ വഴിക്ക് പോയി കയറിയതല്ല. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് അജിംസ് പറഞ്ഞ് ഞാൻ കേട്ടു. അത് ഇതിനൊക്കെ എത്ര പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാണ് ഈ വടകരത്തെ വിഷയത്തെ കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ CPM-നെ പറ്റി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എന്തെങ്കിലും ഗൂഢാലോചനയാണെന്ന് വിചാരിക്കുക. ഇതേ ഗൂഢാലോചന മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, CPM-ന്റെ സഖാക്കളെ വെട്ടിക്കൊന്ന് CPM-നെയാണ് 420ഓളം സഖാക്കളെ
കേരളത്തിൽ. അതിലാണ് 240ഓളം സഖാക്കളെ കണ്ണൂർ ജില്ലയിലാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പാർട്ടിയുടെ കീഴിലുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് NDF ആണ് ചെയ്തതെന്നാണ്. അതിന് തെളിവായിട്ട് ഈ മാഷാള്ള സ്റ്റിക്കറാ പറഞ്ഞത്. അല്ലതായിരിക്കാം. CPM അതിനകത്ത് പങ്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇവിടെ വ്യക്തമായതല്ലേ. നിങ്ങൾ എന്തിനാണ് CPM ഇങ്ങനെ കാര്യങ്ങൾ വലിച്ചടിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താ ആത്യന്തികമായിട്ട്? ഇപ്പൊ ഷൈല ടീച്ചറെ പോലുള്ള പരിണിത പ്രജ്ഞയായിട്ടുണ്ടല്ല, ഈ നാട് ആദരിക്കുന്ന ഒരു മഹതിയെ, അവർക്ക് ഏതാണ്ട് 70 വയസ്സിനടുത്ത് പ്രായമുണ്ട്, അവരെ കുറിച്ചൊക്കെ പറഞ്ഞ ഫേസ്ബുക്കിൽ വന്ന പാർട്ടി അറിഞ്ഞുള്ള കൊലപാതകമല്ല അത് ചെയ്ത ആൾക്കാരൊക്കെ പാർട്ടി കുഴപ്പത്തിലാക്കാൻ ചെയ്തതാണെങ്കിൽ അതേ പ്രതികളെ പാർട്ടി എന്തിനാണ് സംരക്ഷിക്കുന്നത്? ആര് സംരക്ഷിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതികളെ CPM-ന്റെ പേരിൽ ചാർത്തപ്പെട്ട, CPM നിരപരാധിയായിട്ടുള്ള സഖാക്കളുടെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള, അവർ തെറ്റ് ചെയ്യാത്തവരെ പാർട്ടി സംരക്ഷിക്കുക. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ചോദിക്കുന്നത്, ആക്ഷനിൽ പങ്കെടുത്ത ആ കൊട്ടേഷൻകാരുണ്ടല്ലോ, അവരാ ചെയ്തതിലൂടെ പാർട്ടിയെ കുഴപ്പത്തിലാക്കുവാണല്ലോ ചെയ്തത്. എന്നിട്ട് അങ്ങനെ ഒരാളുടെ കല്യാണത്തിന് ഇപ്പോഴത്തെ സ്പീക്കറും പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായ ഒരാൾ പോകാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ആ കല്യാണത്തിന്റെ മുഖ്യ കാർമ്മികത്വം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. ആദ്യ അവസാനം പങ്കെടുത്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് AM ഷംസീർ എന്ന് പറഞ്ഞ സ്ഥല MLA, അതേ ഇപ്പൊ സ്പീക്കറാണ്. അതേ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? CPM-ന്റെ സഖാക്കൾ എന്ന് പറയുന്നത് വെട്ടിനും കുത്തിനും നടക്കുന്നവരല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മട്ടന്നൂർ നടന്ന കൊലപാതകത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ ആ ഒരു CPM-കാരാണെന്ന് DYF-കാരാണെന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച ചെയ്തപ്പെട്ടു? നമ്മളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവസാനം ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം എന്താ, 4-5 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാർട്ടി ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പുറത്താക്കിയവരെ കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞ CPM-കാരെന്ന് പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം വിഷയത്തിൽ ഈ CPM-നെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകാശ് കല്യാണത്തിൽ അതിന് പോയ കാര്യമല്ല ഞാൻ പറയുന്നത്. PP വധക്കേസിൽ പ്രതിയായ ഷാഫിയുടെ കല്യാണത്തിന് പോയ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ കേട്ടത്, ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. ഷാഫിയുടെ കല്യാണത്തിന് ഷംസീർ പോയ ഒരു പരസ്യമാണ്. അത് മാധ്യമങ്ങളിൽ പടം വന്നു. കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള പത്രങ്ങളിൽ അതിന് ചിത്രങ്ങൾ വന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഷംസീറിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു. ഒന്നും നടക്കുന്നില്ല. ഞാൻ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞോട്ടെ, അതിനുള്ള അവസരം തരണം. ഒറ്റ മിനിറ്റ് ഉള്ളിൽ ഞാൻ തീർക്കാം. മട്ടന്നൂർ 4 വർഷം മുമ്പ് ഒരു കൊലപാതകം നടന്നപ്പോൾ തന്നെ ഇവിടുത്തെ കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങൾ അന്നേരം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. എന്താ അവിടുത്തെ മട്ടന്നൂരിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് CPM-കാരാണ് കൊന്നിരിക്കണം എന്ന് പറഞ്ഞു. മഹാഭാഗ്യത്താൽ 4 മണിക്കൂറിനുള്ളിൽ തോൽപ്പട്ടി എന്ന് പറയുന്ന കർണാടകത്തിന്റെ അതിർത്തിയിൽ വെച്ച് ചെക്ക് പോസ്റ്റ് വെച്ച് വരെ പിടിച്ചപ്പോൾ ആരാണ്? RSS-കാരാ. അതുവരെ ഈ 4 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത് എന്താ? CPM-കാർ മട്ടന്നൂരിൽ കൊലപാതകം നടത്തിയിരിക്കുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പാർട്ടി കേട്ടിട്ടുണ്ടെന്നേ, ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. ആരാ കൊല ചെയ്യപ്പെടുന്നത്? CPM-കാർ. ഇവിടെ SFIയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്? SFIക്കാർ കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു KSC-കാരൻ്റെയോ ഒരു ABVP-കാരൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അസം 32 SFIക്കാരിലൂടെ മരണപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ധീരജ് ഈ നാട്ടിൽ കുത്തിക്കൊല കൊന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത ഞെട്ടിക്കുന്ന അജിംഷാദ് കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. 17 കോടി രൂപ ഒരു KPCC പ്രസിഡന്റ് ഒരു ബാങ്കിൽ കളക്ട് ചെയ്തുകൊണ്ട് തട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു തൃശ്ശൂർ വെച്ച്, കാലടി വെച്ച്. നിങ്ങൾ ആരെങ്കിലും ചർച്ചക്കെടുക്കുന്നുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നല്ലേ ഇപ്പോൾ പുറത്തു ഒരു വ്യക്തി കളക്ട് ചെയ്തിരുന്ന KPCC സെക്രട്ടറിയാ. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയും CPM-നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വേട്ടയാടുക. ഇത് തന്നെയാണ് 2021 മുമ്പ് നടന്നത്. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടില്ല. ശരി, ശ്രീ VP ദുൽഖിഫിൽ, ഇതിനെ പാർട്ടിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രാഷ്ട്രീയമായി CPM-നെ കരിവാരിത്തേക്ക് നടന്ന ചർച്ചയാണിത്. കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യപ്പെടാറില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഇത് പാർട്ടി അറിഞ്ഞാണ് ഇത് ചെയ്തത് എന്ന നിങ്ങളുടെ വാദവും, അവർ പറയുന്ന അങ്ങനെയല്ല, ഞങ്ങളെ ഒറ്റിക്കൊടുക്കാൻ, ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പാർട്ടിക്കകത്ത് കടന്നുപോയിട്ടുള്ള വ്യാജന്മാർ ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന റജി ലൂക്കോസിൻ്റെയും CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെയും വ്യാഖ്യാനം ഒരു വശത്ത്. ഇത് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട റജി ലൂക്കോസ് ഒന്നും മിണ്ടിയില്ല. CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസ് തന്നെ ഫാബ്രിക്കേറ്ററാണ് എന്ന് പറഞ്ഞ്, അതോടൊപ്പം തന്നെ ഇത് വ്യാജമാണ് എന്ന് കൃത്യമായി ഇന്ന് പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ഇത് ഇടത് ഹാൻഡിൽ നിന്നാണ് ഇത് ഈ ഒരു
ഫേസ്ബുക്കും അതേപോലെ തന്നെ വാട്സപ്പും മെസ്സേജുകൾ അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് കൃത്യമായ തെളിവോടുകൂടി ഇന്ന് ഹൈക്കോടതി റിപ്പോർട്ട് നൽകുകയും ചെയ്ത അതേ സ്ക്രീൻഷോട്ട് ഇപ്പോഴും പയ്യോളി ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്ത് ഇപ്പോഴും കിടക്കുകയാണ്. ഞാൻ വടകരക്കാരനാണ്. നേരത്തെ പ്രിയപ്പെട്ട റെജി ലൂക്കോസ് ഒരുപാട് കാര്യങ്ങളോട് സൂചിപ്പിച്ചു. അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ഈ പറയുന്ന CP നേതാക്കന്മാരെ പറ്റിയൊന്നും അത്ര അഭിപ്രായമല്ലുള്ളത്. അവരെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ വാദിച്ച് ഇനിയിപ്പോൾ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആക്സിഡന്റിലൂടെയാണ് മരണപ്പെട്ടത് എന്ന തരത്തിലേക്ക് പോലും എത്തുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹം ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തി. അദ്ദേഹം വിഷയത്തിലൂന്നിയിട്ടല്ല സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ ഈ വിഷയത്തിൽ മാത്രം ഊന്നി സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ SFI നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചോ DYFI നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചോ CPM നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചോ അതോടൊപ്പം തന്നെ അത് മറുവാദമായി നിങ്ങൾ പറയുന്ന എല്ലാ കാലത്തും പറയുന്നതിനെ കുറിച്ചോ ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ് ഒരു പയ്യനെ, ഒരു ന്യൂനപക്ഷ ചെറുപ്പക്കാരനെ 55 ദിവസമാണ് സംശയത്തിന്റെ നിലയിൽ നിങ്ങൾ നിർത്തിയത്. ഒരു കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ പ്രദേശത്തുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായി സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് അദ്ദേഹം 55 ദിവസമാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അപ്പം കേസെടുക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ നോക്കി അതിനനുസരിച്ച് വീടുകളിലേക്ക് പോയി പാതിരാക്കും അർദ്ധരാത്രിയിലൊക്കെ പോയി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പ്രതിഷേധക്കാരെ മുൻകൂർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. അങ്ങനെയുള്ള പോലീസാണ് ഇവിടെ ഇത്രയും വലിയ പൊതുസമൂഹത്തിന്റെ മുമ്പിലും അതേപോലെ തന്നെ ഒരു ഇലക്ഷന്റെ തലേ ദിവസം വളരെയധികം വർഗീയപരമായി ചേർതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സമീപനം CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികളെ ഈ സമയം വരെ ഈ പറയുന്ന 3 ആളുകളെയും ഈ പറയുന്ന ഇടത് ഹാൻഡിൽ വന്ന 3 ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടില്ല പോലീസ്. അവിടെയാണ് ഈ വൈരുദ്ധ്യം കിടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെയും ഒരു തരത്തിലെ കേസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെ വ്യാജമാണ് പറഞ്ഞത്. ടീച്ചർക്കെതിരെ ഒരു നിമിഷം ഈ ഡോക്യുമെന്റിൽ പറയുന്ന റിബേഷ്, അമൽറാം, അതുപോലെ അബ്ബാസ്, മനീഷ്, ഇവരൊക്കെ വടകരക്കാരാണോ? വടകരക്കാരായ സോഷ്യൽ മീഡിയ പോരാളികൾ. വടകര കണ്ണൂർ ഭാഗത്തുള്ള CPMന്റെ സജീവ പ്രവർത്തകന്മാരാണ് ഇവരൊക്കെ. ഇവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് പറഞ്ഞത്. ശൈല ടീച്ചർക്കെതിരെ എന്തൊക്കെയോ വീഡിയോ നിർമ്മിച്ചു. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് ഇവിടെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ പേരിലാണ് കേസെടുത്തത്? ആരെയാണ് അറസ്റ്റ് ചെയ്തത്? ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വടകര SP കേന്ദ്രീകരിച്ച്, SPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് CAമാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതിൽ പല കേസും എടുക്കാതിരുന്നത്. ഈ KK ശൈലജയ്ക്ക് ലതികക്കെതിരെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ലതികക്കെതിരെ കേസെടുക്കാത്തതിന് കാരണം വടകര SP ആണ്. അതേപോലെ തന്നെ പയ്യോളി ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാത്തതിന് കാരണം വടകര SP ആണ്. അങ്ങനെ വടകര SP ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് ഉൾപ്പെടെയുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അവിടെ കേസെടുക്കാതെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലേക്ക് തരംതാണ രീതിയിലേക്ക് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇങ്ങനെ വിഷംപാമ്പിനേക്കാൾ ഭീകരമായ രീതിയിൽ CPMന് നേതൃത്വം കൊടുക്കുന്ന, CPMന് സൈബർ സെല്ലിന് നേതൃത്വം കൊടുക്കുന്ന സെല്ലിൽ നിന്ന് വരുന്ന വിഷം ചീറ്റുന്ന അതിഭീകരമായ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ മലീനസമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിച്ച് നമുക്ക് നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു തീപ്പൊരി മതി. ആ തീപ്പൊരി ആണി കത്തിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അങ്ങനെ എത്ര ആളുകളെ അവിടെ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPMന് പരാജയപ്പെടേണ്ടി വന്നത്. ആ പരാജയത്തിൽ നിന്ന് മാറി നിൽക്കുവാനും പുകമറ സൃഷ്ടിക്കുവാനുമാണ് ഇപ്പൊ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള ആരും ഈ ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാത്തതിന് കാരണം അതാണ്.
ആ തരത്തിലേക്ക് CPM അധപ്പതിച്ചിരിക്കുകയാണ്. CPM കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ധ്രുവീകരണം നടത്തി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. ആ വിഫല ശ്രമത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവ് വടകര വന്ന് എന്താണ് പ്രസംഗിച്ചത്? പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ. കേരളത്തിലെ CPM നേതാക്കന്മാരും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ നാവിൽ നിന്ന് വരുന്ന പൊളിറ്റിക്കൽ പോയിസൺ എത്ര വലിയ പോയിസൺ ഇന്ന് ഈ പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിഥികളെ തിരികെ ശ്രീ NP ചേക്കുട്ടി, ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയോ വ്യാജം പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതിലൊരു വർഗീയതയുടെ എലമെൻ്റ് ഉണ്ട്. സമൂഹത്തിൽ വലിയ കാലുഷ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ്. ഇതൊരു CPM എന്നൊരു പാർട്ടിയുടെ പൊതു സ്വഭാവമായി നമ്മൾ കാണുമ്പോൾ അതല്ല പാർട്ടി വിശദീകരിക്കുന്ന പോലെ ഒരു അപവാദം, ഇത്തരം വ്യാജന്മാർ പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നായിരിക്കും. അല്ല, ഇത് CPMൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് വലിയ ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഭരണത്തിൽ 57 മുതലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വർഗീയത എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാർട്ടിയിൽ സമീപകാലത്ത് വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് വർഗീയതയെ തങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളതിന് വേണ്ടി വർഗീയതയെ ഉപയോഗിക്കാനുള്ള പ്രവണത പാർട്ടിയുടെ പല തലങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, പാർട്ടി അംഗീകരിച്ചതാണ്. പലപ്പോഴും അവരുടെ റിവ്യൂ റിപ്പോർട്ട്സുകൾ, പ്രത്യേകിച്ച് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ റിപ്പോർട്ട്, അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടിയുടെ പല തലങ്ങളിലും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ തരം പ്രവണതകളെക്കുറിച്ച് പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാർട്ടി ബോധപൂർവം നടപ്പിലാക്കുന്ന ഒരു അജണ്ടയാണെന്ന് കരുതില്ല. പക്ഷേ പാർട്ടിയുടെ ലീഡർഷിപ്പുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റിയുള്ള ആളുകൾ, ഉയർന്ന പദവികളിരുന്ന ആളുകൾ, MLA പദവി ഇരുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുക തികച്ചും വർഗീയമാണ്, ആപൽക്കരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഫോർവേഡ് ചെയ്യുകയും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നതിൻ്റെ അർത്ഥം അവരൊന്നുകിൽ ഈ തരത്തിലുള്ള ഈ ഒഴുക്കിനനുസരിച്ച് നീന്താൻ അവർ തയ്യാറെന്നും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധത്തിന് എന്തോ കാര്യമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ വിട്ടുപോയിരിക്കുന്നു. ഇതെന്താണെന്ന് അവരെ അന്വേഷിക്കേണ്ടത്. കാരണം പാർട്ടിക്കകത്ത് തന്നെ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പാർട്ടി തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കും. നേരത്തെ TP ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ ഇവർ ഒരു സമീപകാലത്ത് ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായിട്ട് പോയിരുന്നു. അപ്പീൽ പോയിട്ട് ഹൈക്കോടതി നോക്കിയ സമയത്ത് നിന്നുണ്ടായത് 2 പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി മെമ്പർമാരെ കൂടി ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. നേരത്തെ വിട്ടയച്ചതാണ്. കീഴ്ക്കോടതി കാര്യമായിട്ട് തെളിവൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടയച്ച 2 വിദ്വാന്മാർക്ക് ഇപ്പം ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. ഇതാണ് അവസ്ഥ. എന്നാൽ അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഗുരുതരമായിട്ട് അന്വേഷണം ജുഡീഷ്യൽ തലത്തിലോ പൊതുസമൂഹത്തിൻ്റെ തലത്തിലോ കൂടുതൽ അന്വേഷണങ്ങൾ വരുമ്പോൾ പാർട്ടി കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. ഈ ഒരു റിയാലിറ്റിയാണ് കാണേണ്ടത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇവർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കുകയും കർശനമായ നടപടികളിലേക്ക്, ഗോവിന്ദമാഷ് പറഞ്ഞിരിക്കുന്നു ഇത്തവണ അതിഗംഭീരമായ നടപടിയായിരിക്കുന്നു, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരം നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. കേരളീയ സമൂഹത്തിന് അതൊരാപത്താണ്. പക്ഷേ പാർട്ടിക്ക് തന്നെ അതൊരാപത്ത്. ജനങ്ങൾ അവരെ തിരിച്ച് വരാൻ കഴിയാത്ത വിധം റിജക്റ്റ് ചെയ്ത് കളയും. ബംഗാളിൽ സംഭവിച്ച അവസ്ഥ കേരളത്തിലുണ്ടാവും. ശ്രീ റെജി ലൂക്കോസ്, ഈ കേസിൽ ഇപ്പോൾ 2 കേസാണ്. ഒന്ന് ഈ പറയുന്ന കാസിം എന്ന നിരപരാധിയായ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരായിട്ടുള്ള കേസ്. ആ കേസിൽ അദ്ദേഹം പ്രതിയാണ് ഇപ്പോഴും. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ അദ്ദേഹം കോടതി വഴി നടത്തിയ ഇടപെടലിലൂടെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് 4-5 മാസമായിട്ട്. ഇവിടെ നോക്ക്, ഇത് ആദ്യമായി ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആൾ റിബേഷ് എന്ന് പേരുള്ള ആൾ ഇപ്പോഴും ആ കേസിൽ പ്രതിയായിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ എഴുതി കോടതിക്ക് കൊടുത്തേക്കുക. ഏത് ഞങ്ങൾ ചോദ്യം ചെയ്ത ആൾ ഇൻട്രോഗേഷൻ തന്നെ ഉപയോഗിച്ചത്. ചോദ്യം ചെയ്ത ആൾ പറയുകയാണ് ഹി കുഡിൻ റിവീൽ എന്നാണ് പറയുന്നത്. പോലീസ് കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നതാണ്. അപ്പോൾ ഈ കേസിൽ റിബേഷിന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാതെ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് ഫോറൻസിക് പരിശോധിക്കുക. ഇനി അത് അയാൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പരിശോധിക്കുകയാണ്. ഇനി അയാൾ ഉണ്ടാക്കിയതല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വീണ്ടും അന്വേഷിക്കേണ്ടി വരും. ഈ കേസ് അന്വേഷണം പോകുന്നത് എങ്ങോട്ടാണെന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ല. റജി, അല്ല അജിംസ, അതിനുള്ള മറുപടി എന്താ വെച്ചാൽ ഇതെല്ലാം കണ്ടുപിടിച്ചതും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എന്നെ വെള്ളപൂശിക്കൊണ്ട് പിന്നെ ഈ റിപ്പോർട്ട് കൊടുത്താൽ ഇതേ പോലീസ് തന്നെയാണ്. അങ്ങനെയാണെന്നുള്ള CPM അത് ആദ്യം തന്നെ വിലക്കാൻ മേലായിരുന്നു. നിങ്ങൾ അങ്ങനെ കൊടുക്കരുത്, ഇവരെ ആരെങ്കിലുമാണ് പ്രതികളെന്നും പറഞ്ഞുകൊണ്ട് FIR തയ്യാറാക്കി കോടതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ.
കോടതി എപ്പോഴും പോലീസിന്റെ കോടതി FIR ആവശ്യപ്പെട്ടാണ് കേസെടുത്ത് മുമ്പോട്ട് അന്വേഷണം നടത്തിയത് റജി. ഇത് ഇനി ഇത് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് നടത്തിയ അന്വേഷണമല്ല. കോടതി പോകേണ്ടി വന്നു ഇത് അന്വേഷിക്കാൻ. പോലീസ് റിപ്പോർട്ട് എടുക്കാൻ 10 ദിവസം ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അതെനിക്കറിയാം. ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. അതാ ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു, കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. കോടതി അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തിയ ഫാക്ടേഴ്സ് അതെന്താണെങ്കിലും കോടതി കൊടുത്ത് കോടതി അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കട്ടെ. ഒരു തർക്കവുമില്ല. അവിടെ നിങ്ങൾ ആദ്യം ഉയർത്തിയ വാദം പൊളിയാണ്. അവിടെ നിങ്ങൾ ആദ്യം ഉയർത്തിയ വാദം പൊളിയാണ്. ഇത് നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ചെയ്ത സാധനമാണ്. അവരെ പിടിച്ചകത്തിടണം, ചോദ്യം ചെയ്യണം, പിടിക്കണം, ഇതിന്റെ ഉറവിടം കണ്ടെത്തണം. അത് ചെയ്യാനൊരു ആത്മാർത്ഥത കാണുന്നില്ല പോലീസിന്. ഞങ്ങൾ ഉയർത്തിയ വാദം എങ്ങനെ പൊളിയണം? ഞങ്ങൾ ഉയർത്തിയ വളരെ വ്യക്തമായ വാദമല്ലേ. ഞങ്ങളുടെ സമുന്നത നേതാക്കളിൽ ഒരാളല്ലേ ആ വസ്തുക്കൾ പുറത്തു വന്നത്. അതിനെക്കുറിച്ച് ഈ ചർച്ച തന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. വസ്തുത പുറത്തുനിന്ന് നിങ്ങൾ കാരണമല്ല. ശരിയാണ്. വസ്തുത പുറത്തുകൊണ്ടത് നിങ്ങളൊന്നും നേരത്തെ അല്ല, നിങ്ങളല്ല പുറത്തുകൊണ്ടുവന്നത്. അല്ലല്ല അല്ല അല്ല ഞാനൊന്ന് പറയട്ടെ. ഞാനത് അങ്ങനെയൊന്നും ഞാൻ അതിനെക്കുറിച്ച് അവകാശം. ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതിനൊരു ഒരു സെക്കൻഡ് മറുപടി, ഒരു ഒറ്റ വാചകത്തെ മറുപടി പറയാം. കോൺഗ്രസിന്റെ സൈബർ സെൽ എന്ന് പറയുന്നത് എന്താ? ആ പാർട്ടിക്ക് തന്നെ ബാധ്യതയാ. ആയിരക്കണക്കിന് ഫേക്ക് ID ഉണ്ടാക്കി CPM-ന്റെ പ്രൊഫൈലുകളിൽ വന്ന് കയറി തെറി വിളിക്കുന്നവരാ. ഇന്ന് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ വരെ ഇതൊരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. കേരളം ഒട്ടുക്ക് അവർ ഇത്ര ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുക. CPM എവിടെയെങ്കിലും ഇങ്ങനെ നടത്തിയെടുത്ത് കാണാൻ പറ്റുമോ? CPM-ന്റെ ഔദ്യോഗിക ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ നിന്നും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരെ തെറി വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു പരാതി ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം ദുഷ്പ്രവൃത്തികളെ അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് തെറ്റുകാരെന്ന് പറയുന്നത്. എന്തൊരു അർത്ഥമാണുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്. KK ശൈലജ ടീച്ചറിനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താ? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതല്ലേ? അവരെ പ്രായത്തെ പോലും കളിയാക്കിക്കൊണ്ട് കോവിഡ് കളി എന്നൊക്കെ വിളിച്ച് കോവിഡ് കളി ഇറങ്ങിയെന്നും പറഞ്ഞു ശൈലജ ടീച്ചറെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വൃത്തികെട്ട രീതിയിലുള്ള കാർട്ടൂണൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ചൂണ്ടിക്കാട്ടുന്നവരെ പ്രതിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുവാണ് ചെയ്തത്. ഇപ്പൊ ഈ റിബേഷും മനേഷും അബ്ബാസും ഒക്കെ. അല്ല ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയല്ല അജിംസ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ബഹുമാനിയായ വ്യക്തിയെ അവിടെ വെള്ളപൂശിക്കൊണ്ട് അല്ലെ അവർക്കെതിരെ ഒരു നടപടിയും ഇവരുടെ സൈബർ സെല്ലിൽ നിന്ന് വന്നിരുന്നാണ് അജിംസ് പറയുന്നത്. ഈ ഒരൊറ്റ വിഷയം ഒഴിച്ചിട്ട് എത്ര എണ്ണം വന്നു? ഞാനതല്ലേ പറഞ്ഞേ. ഈ ശൈലജ ടീച്ചറെ ഹിന്ദു ഐക്യവേദിയുടെ പ്രമുഖ നേതാവിനോടൊപ്പം കാർട്ടൂണും ചെയ്തുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് എന്താ വ്യത്യാസം ചോദിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഔദ്യോഗികമായിട്ട് പ്രചരിപ്പിച്ചാരാ? ഇവരുടെ സംസ്ഥാന നേതാവല്ലേ ശശികല ടീച്ചർ എന്ന് പറയുന്ന ആയിട്ട് ബന്ധപ്പെട്ട് കേരളം അത് അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ KK രമ എന്ന് പറയുന്ന സമന്നതനായിട്ടുള്ള ആ പാർട്ടിയുടെ MLA അവരുടെ നേതാവ് വടകര വെച്ച് പ്രസംഗിച്ച വാക്കെന്താ? കേരളത്തിൽ ആരാധനയോടെ കാണുന്ന ഒരു നടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണത്? നിങ്ങൾ അതിനൊക്കെതിരെ വിമർശിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ ഈ CPM-ന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടോ? കേരളം ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടില്ല. വീഡിയോയാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ പൊതുസമൂഹം മുഴുവനും KK രമ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. KK രമ പറഞ്ഞ നല്ല സുഹൃത്ത് ഞാൻ പറഞ്ഞ അവരുടെ പാർട്ടിയുടെ സമുദ്ര നേതാവ്. ഞാൻ ആ പേര് ഉപയോഗിക്കണോ? വടകര നടന്ന നിങ്ങളുടെ വിജയാഹ്ലാദ സമ്മേളനത്തിൽ BD സതീശനെ പോലുള്ള സമുന്നത നേതാക്കളിലേക്ക് സദസ്സിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു നടിയെക്കുറിച്ച് പ്രമുഖമായ ഒരു ആരാധനയോടെ കാണുന്ന ഒരു നടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാ? അത് KK രമ പറഞ്ഞെന്തിനാ നിങ്ങൾ വക്രീകരിക്കുന്നത്? ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഈ ഉട്ടോപ്യം വാദഗതികളായിട്ട് വരുമല്ലോ വേണ്ടത്. നിങ്ങൾ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന അശ്ലീലപരമായ ഒരു സംസ്കാരമുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുക. കേരളം അങ്ങനെ ഒരു നാടാണോ? കേരളത്തിൽ രാഷ്ട്രീയപരമായി ആരോഗ്യപരമായി ചർച്ചയിൽ നടക്കേണ്ടത് വ്യക്തിഗത എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. പിണറായി വിജയനെ കുറിച്ച് വന്ന വാചകങ്ങൾ ഞാൻ അങ്ങോട്ട് പറയണോ? പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാചകങ്ങൾ നിങ്ങളുടെ സൈബർ സെല്ലുകൾ പറയണോ? അതുപോലെ സമുന്നതരായിട്ടുള്ള കേരളത്തിലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു BJP-കാരനെ നിങ്ങൾ ഇന്നുവരെ വിമർശിച്ചിട്ടുണ്ടോ? നട്ടലുണ്ടോ നിങ്ങൾക്ക്? കേരളത്തിലെ ഏതെങ്കിലും ഒരു BJP-യുടെ നേതാവിനെ കുറിച്ചോ കേന്ദ്ര സർക്കാരിനെ കുറിച്ചോ നിങ്ങൾ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. തൃശ്ശൂർ എങ്ങനെയാണ് നിങ്ങളുടെ നേതാവ് 3-ാം സ്ഥാനത്ത് എത്തിപ്പോയത്? നിങ്ങളുടെ 86 വോട്ടർക്ക് 2009 നിങ്ങൾ മറിച്ചു കൊടുത്തല്ലേ? നിങ്ങളാണ് കേരളത്തിലെ പൊതു സാംസ്കാരിക മതേതര ഭാവത്തിന് വിള്ളലുണ്ടാക്കിയവർ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 2019 ആവർത്തിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടേതല്ലേ കേരളത്തിലെ സമൂഹത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ BJP-ക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലേ? അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ 2019 തന്നെ അവിടെ ആവർത്തിക്കുന്ന കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു കാര്യം ഇപ്പോൾ സംശയിക്കേണ്ട.
കേരളത്തിലെ വർഗീയപരമായിട്ടുള്ള ഒരു തുരുത്തായി മാറ്റിക്കൊണ്ട് വിഭജനത്തിന്റെ അല്ലെങ്കിൽ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന RSS BJPക്ക് ചൂട്ടുപിടിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നത്. നിങ്ങളാണ് നൂറുകണക്കിന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. എത്രയോ അധികം നിങ്ങൾക്ക് ലജ്ജയില്ലേ ആ കാര്യത്തിൽ CPM-നെ കുറ്റപ്പെടുത്താനായിട്ട്? CPM മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഇവിടെ എവിടെയെങ്കിലും വോട്ട് ചോദിച്ചായിട്ട് ആധികാരികം ഇവിടെ പറയാമോ? കേരളത്തിലെ ഒരു വലിയ സമൂഹം വോട്ടുകൾ മറിച്ചു എന്നുള്ള പേരിൽ ആത്മാർത്ഥമായിട്ട് തൻ്റെ അടുത്തോടുകൂടി ആർജവത്തോടുകൂടി പത്രസമ്മേളനത്തിൽ പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. നിങ്ങൾക്കറിയോ ആ തൻ്റെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് കാണിച്ചോ? പ്രതിപക്ഷ നേതാവ് കാണിച്ചോ? ഇല്ല. എന്താ കാരണം? ജാതിയുടെ മതത്തിന്റെ പേര് നിങ്ങളുടെ വോട്ട് ബാങ്ക് നിറയ്ക്കാനുള്ള നിങ്ങളുടെ വിപുല ശ്രമത അത് നാളെ നിങ്ങൾ നടത്തും. അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കാത്തത്. കേരളത്തിന് മതേതര ഭാവവും സൗഹാർദ്ദവും സ്നേഹസമ്പന്നമായ ഒരു ജനതയുടെ മുമ്പിൽ വിള്ളലുണ്ടാക്കാനായിട്ട് നടത്തുന്ന ഇത്തരം കുൽസിത പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ. യഥാർത്ഥ കുറ്റവാളികൾ ഒരു തർക്കമുള്ള കാര്യത്തിൽ നിങ്ങളാണ് ഇങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഒരാളുണ്ടാകുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിലും അയാളുടെ പടവും നമ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് അയാൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും പരാതിപ്പെടുകയും ചെയ്യും. അത് ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് അവർ അങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് വടകരയിലെ CPM-നെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇതും ചെയ്യും, ഇതിലപ്പുറവും ചെയ്യും. ഇപ്പം തന്നെ റെജി ലൂക്കോസ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു കൃത്യമായിട്ടൊരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞു ശൈല ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇറക്കിയൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ചൊടിപ്പിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി ഇന്നത്തെ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, വിശകല ടീച്ചറും ശശികല ടീച്ചറും തിരിച്ചറിയാൻ പറ്റാത്ത തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് CPM ഇത്തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? കോവിഡ് കാലഘട്ടത്തിലുള്ള അഴിമതി ഉൾപ്പെടെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ശൈല ടീച്ചറുടെ പരാജയം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് എങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കേവലം 2 വോട്ടിന് വേണ്ടി വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. റെജി ലൂക്കോസ് സംസാരിച്ചതൊക്കെ 2026 തെരഞ്ഞെടുപ്പിനാണ് കുറിച്ചാണ്. ഞങ്ങൾക്ക് റെജി ലൂക്കോസിന് പറയാനുള്ളത്, ഞങ്ങളുടെ ലക്ഷ്യം 2026 തെരഞ്ഞെടുപ്പല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വ്യാജ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ഒരംഗത്തെ നിങ്ങൾ നടത്തിയ വേട്ടയാടിയ പ്രതികളെ കൊണ്ടുവരുത്താണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടും തെരഞ്ഞെടുപ്പ് ചർച്ചയുമുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലേക്ക് നിങ്ങൾ ഈ ചർച്ചയെ കൊണ്ടുപോകണ്ട. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന റിബേഷ്, അമൽറാം, അതേപോലെ മനീഷ്, നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പഴയ ഒരു ഡേറ്റ് വെച്ച് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോ ഒരു പ്രസ്താവന ഇറക്കും, ഇവരൊക്കെ CPM എന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആരാണ് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്? മദനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മദനിയെ മലപ്പുറത്ത് വലിയ ആരവത്തോടുകൂടി ആവേശത്തോടുകൂടി സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് കോൺഗ്രസിനെയും UDF-നെയും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അപമാനിച്ചവരാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അവരാണ് ഞങ്ങളെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. KK രമ എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അർഹതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ എത്ര തരത്തിലാണ് വ്യക്തിഹത്യ നടത്തിയത്, അതോടൊപ്പം തന്നെ എത്ര തരത്തിലാണ് അപമാനിക്കാൻ ശ്രമിച്ചത്. KK രമ എന്ന് പറയുന്ന MLA എത്ര പരാതികൾ നൽകിയിട്ടുണ്ട് ഈ പോലീസിന് മുമ്പിൽ. ഏതെങ്കിലും ഒരു പരാതിയിൽ എത്ര MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും അദ്ദേഹം വിധവയായ ശേഷം എത്ര പ്രാവശ്യം പലവട്ടമായിട്ട് നിങ്ങൾക്ക് ഈ പോലീസിന്റെ മുമ്പിൽ പലതരത്തിലുള്ള പരാതി നൽകിയിട്ടും ഒരു പരാതിക്ക് പോലും ഒരു നടപടിയും സ്വീകരിക്കാത്ത കേരളത്തിലെ പോലീസാണ്. ഈ പോലീസും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പുമാണ് കേരളത്തിലുള്ളത്. അപ്പോഴാണ് ശൈല ടീച്ചറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നത്, ശൈല ടീച്ചർക്ക് നിങ്ങൾ നീതി കൊടുക്കണം. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും UDF-കാരനോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. അതിനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ 3 വ്യക്തികളെ അതിലേതെങ്കിലും ഒന്നിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങളെ പാർട്ടി തന്നെ ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. ആ തരത്തിലേക്ക്
പ്രതിരോധത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഞങ്ങൾ തൽക്കാലത്തേക്ക് അവരുടെ നിന്ന് മൊഴിയെടുത്ത് ഇതാ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ആ തരത്തിലേക്ക്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചു അശ്ലീല പരാമർശത്തെ കുറിച്ചു. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഈ കാഫി പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി മോഹനൻ മാഷുടെ മകനിട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് വായിക്കാൻ ഇവിടെ എനിക്ക് മാന്യത ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പ്രതിക്കൂതിലേക്ക് പോകുന്നില്ല. എത്ര മ്ലേച്ഛമായ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം കമന്റാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതേപോലെ എത്രയെത്ര ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ MM മണിയെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നില്ല. അങ്ങനെ നിയമസഭയിൽ പോലും മലീനസമാകുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞ നേതാക്കന്മാരുള്ള CPM ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ താങ്കൾക്ക് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഉള്ളത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് വർഗീയത പരസ്പര സമീപനം സ്വീകരിച്ചു പോകുന്ന ഈ യൂത്ത് കോൺഗ്രസും UDF-ഉം ശ്രീ NP ചെക്കുട്ടി, വടകരയിൽ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ LDF-ന്റെ പ്രചാരണത്തിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ മോണിറ്ററിംഗ് യോഗം, റിവ്യൂ യോഗം ഒക്കെ ചേരുന്നുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ യോഗം നടന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ CPM-ന്റെ മുഴുവൻ മെഷീനറിയും ഒരു മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടി കൈമൈ മറന്ന് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ സ്വന്തം പാളയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വന്തം കാലിൽ വെടിവെക്കുന്ന രീതിയിലൊരു നടപടി ഉണ്ടാകുന്നത് അത്ഭുതപ്പെടുന്നില്ലേ? ഇല്ല, അതിൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പം CPM-ൻ്റെ ലീഡർഷിപ്പ് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം വളരെ വളരെ സ്ഥാപിത താല്പര്യക്കാരായ ഒരുപാട് എലിമെൻറ്റുകൾ, കറപ്റ്റായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ആളുകൾ, ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ തന്നെ ആളുകൾ പാർട്ടിയുടെ പല തലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാം കേരളത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളിൽ CPM-ന് വേണ്ടി കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെയാണ് മറ്റ് ബ്ലേഡ് കമ്പനിക്ക് വേണ്ടി കൊട്ടേഷൻ നടത്തുന്നത്. പലതരത്തിലുള്ള പണികൾ അവർ ചെയ്യുന്നുണ്ട്. അവർ രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പിണറായി വിജയനല്ല ഏത് ദൈവം തമ്പുരാൻ തന്നെ തലകുത്തി നിന്നാലും യഥാർത്ഥത്തിൽ ഇതിനെയൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം വ്യാപകമായ ഒരു അന്തരീക്ഷം, വ്യാപകമായ കറപ്ഷൻ്റെ ഒരു അന്തരീക്ഷം, ഇന്റേണൽ ആയിട്ടുള്ള ഇൻഡിസിപ്ലിൻ്റെ തകർച്ചയുടെ ഒരു അന്തരീക്ഷം ഇന്ന് പാർട്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ CPM-ലും പിന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും, ബംഗാളിൽ ഇത് വളരെ വ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് സംസാരിച്ച ശേഷമാണ് അത് ജനങ്ങൾ സഹികെട്ടിട്ടാണ് പാർട്ടിയെ പുറത്ത് കളഞ്ഞത്. ഇപ്പോൾ പോലും ജനങ്ങൾ അവരെ തിരിച്ച് സ്വീകരിക്കുന്നില്ല. കാരണം അത്രയും ഓർമ്മകളാണ്. അപ്പം അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം, ഇന്ന് അവരുടെ കൺട്രോളിൽ നിലനിർത്താൻ കഴിയാത്ത വിധം കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആളുകളൊന്നും നടപടിയെടുക്കാൻ അവർ കഴിയാത്തത്. നടപടിയെടുത്താൽ അപ്പോൾ ഒരു വലിയ പണ്ടാരോട് ബോക്സ് മാതിരി ഇതെല്ലാം പൊട്ടി പുറത്തേക്ക് വരും. അതാണ് പ്രശ്നം. നടപടി പോട്ടെ, ഇത് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളെ പ്രതിയാക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് കോടതിയോട് തുറന്ന് സമ്മതിക്കുകയാണ്. വീണ്ടും അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷണം തുടരുമ്പോൾ പുറത്തു വരുമായിരിക്കും. കോടതി ഇടപെടുന്നുണ്ട്, കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ റജി ലൂക്കോസ്, ശ്രീ ദുൽകിഫിൽ, ശ്രീ NP ചെക്കുട്ടി. ഇത്രയും